ഹേ ഗായ്സ്, അപ്പം ഞാൻ പിന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ആസ് യൂഷ്വൽ നമ്മൾ ഇന്ന് പോകുന്നത് പോണ്ടിച്ചേരിയിലേക്ക് തന്നെയാണ്. പക്ഷെ നമ്മളെ കൂടെ ഇന്ന് പ്രജിയുണ്ട്. അപ്പം ആദ്യം നമ്മൾ മുകളിലേക്ക് പോയി KFC കയറിയിട്ട് ഫുഡ് കഴിച്ചായിരുന്നു. എവിടെ പോയാലും ആദ്യം നമ്മൾ കഴിക്കേണ്ടത് ഫുഡാണ്, അല്ലെങ്കിൽ നമുക്ക് വിശക്കും. അത് കഴിഞ്ഞ് നമ്മൾ പോയത് എന്താ പറയുക, ട്രെൻഡ്സിൽ പോയി, മാക്സിൽ പോയി, അവിടെ കുറേ നേരം തെണ്ടി തിരിഞ്ഞു. പിന്നെ നമ്മളിതാ ചെട്ടിക്കാട്ട് പള്ളിയിൽ കുർബാന കാണാൻ വേണ്ടി ജെട്ടിയിൽ നിന്ന് ഓട്ടോ വിളിച്ച് പോയി എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ വന്നത് നമ്മളുടെ ഫ്രഞ്ച് കോളനിയിലേക്കാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു മസ്കാ ബണ്ണ് കണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ മസ്കാ ബണ്ണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വിദഗ്ധമായിട്ടുള്ള അഭിപ്രായം ഒന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നല്ല കുഴപ്പമില്ലാത്തൊരു മസ്കാ ബണ്ണായിരുന്നു. ഷോപ്പിംഗ് സ്ട്രീറ്റ് കൂടെ വെറുതെ ഒന്ന് നടന്നതാണ്. അപ്പോൾ ഈ സാധനത്തിൻ്റെ വില കണ്ട് നമ്മൾ കണ്ണ് തള്ളിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സെൽഫി വീഡിയോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് ഒരു സ്വീറ്റ് കോൺ എല്ലാം മേടിച്ച് കഴിച്ചു. അതെൻ്റെ ജീവനും ജീവിതമായത് കാരണം നമ്മൾ എന്തായാലും അവിടെ നിന്ന് മേടിച്ച് കഴിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ശേഷം നമ്മൾ ബീച്ച് സൈഡിലേക്ക് എത്തി. കുറേ നേരം കടലിൽ കണ്ണും നട്ട് പോസ് ഇട്ടവനിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊരു കാഴ്ച കാണുന്നത്. എന്താണിത്? സാധാരണ ഈ സൂര്യനൊക്കെ കടലിലല്ല താഴാറ്. ഈ സൂര്യൻ എന്താ പോയിട്ട് അപ്പുറത്ത് ഓപ്പോസിറ്റ് പോയിരുന്നു താഴ്ന്നു. അതിൻ്റെ ആ ഒരു സയന്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കാരണം വിടുവായത്തരം പറയാതെ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നമ്മുടെ കലാസൃഷ്ടിയിലേക്ക് കടന്നു സുഹൃത്തുക്കളെ. നമ്മൾ എന്താണ് മണലിൽ താജ്മഹലല്ല പണിതത്, പകരം ജിനുവിൻ്റെ ഫോട്ടോമാണ് നമ്മൾ അവിടെ വരച്ചത്. കണ്ടു, എന്തൊരു കറക്റ്റാണ്, എന്തൊരു പെർഫെക്ഷനാണ്. അവളെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അങ്ങനെ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴേതാ കുറേ പിള്ളേർ വടിമ നിന്നിട്ട് എന്തോ കാണിക്കുന്നു. അതിൻ്റെയും പേര് ഞങ്ങൾക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ ശിങ്കാരിമേളം പോലത്തെ ഒരു കൊട്ടിൽ കണ്ടു. ആ കൊട്ടിൽ കണ്ടപ്പോൾ ഞങ്ങളും കുറച്ച് നേരം നിന്ന് തുള്ളി. അങ്ങനെ ഞങ്ങളുടെ നൃത്യങ്ങളെ കുറിച്ച് തന്നെ പുകഴ്ത്തി പറഞ്ഞ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കുറച്ച് ക്ലാസിക്കൽ ഡാൻസ് അവിടെ കാണുന്നത്. അത് കണ്ട് കുറേ നേരം ഞങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പുറം തിരിഞ്ഞപ്പോൾ ഇതാ കുറേ കൊട്ടും പാട്ടും, അതുപോലെ തന്നെ കുതിരയും കാളയും പിന്നെ ഒരു കുട്ടി വടിയുമ്പോൾ കൂടെ നടന്നു പോകണമൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കണ്ടിട്ട് കുറേ നേരം അവിടെ നിന്ന് അങ്ങനെ കുറേ നേരത്തെ നിൽക്കലും നടക്കലും ഇരിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ബസ് പിടിച്ചിട്ട് വീട്ടിൽ പോവാണ്. എന്തായാലും ഞാൻ ഇപ്പോൾ പോട്ടെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ക്യാച്ച് യു ലേറ്റർ ഗൈസ്.